ഈ മേടൻ രാശി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ചൊരു ചോദിക്കുന്ന അങ്ങനെ ഉള്ളു വളരെ ശുദ്ധമായി അതാണ് ഉള്ളു വളരെ ശുദ്ധമായിരിക്കും. എല്ലാ വള്ളിയും പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ഇങ്ങനെ വള്ളി പിടുത്തം സ്ഥിരമായിട്ട് തൊഴിലായിട്ട് നടക്കുമ്പോ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാവുമ്പോ നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. മിഥുനത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പൊ 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നിസ്സാരക്കാരനല്ല ആ വ്യാഴം. കാരണം വ്യാഴം ഉച്ചക്ഷേത്രമാണ്. വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് എല്ലാം തരാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് വ്യാഴം. കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്ട്രഗിളിന് ഒരു അവസാനം, ആശ്വാസം ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അവർക്ക് പ്രത്യാശ അവർക്ക് തോന്നുന്നുണ്ടാവും, അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ 3-ൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലും കമ്മ്യൂണിക്കേഷനും ഒക്കെ നല്ലതാണ്, ഷാർപ്പാവും എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ആദ്യമായിരിക്കും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷിയായ ശ്രീമതി ജ്യോതി സത്യനുണ്ട്. മാഡം നമസ്തേ. നമുക്ക് ഒരു പുതിയ വർഷം കൂടി കിട്ടിയിരിക്കുകയാണ്, ചിങ്ങം. ഈ നക്ഷത്രങ്ങളും ഗ്രഹനിലകളും നൽകുന്ന സൂചനകളിലൂടെ ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ? തീർച്ചയായും നോക്കാം. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് വരാം. നമ്മൾ ആദ്യം മേടൻ രാശിയിലുള്ളത് നോക്കാം. മേടാണല്ലോ തുടക്കം. അതെ. അപ്പൊ മേടൻ രാശിയിലുള്ള നാളുകൾ ഇതൊക്കെയാണ്: അശ്വതി, ഭരണി, കാർത്തിക, കാലം. അപ്പൊ ഇവര് ശരിക്കും ഒരു പ്രതിസന്ധിയിലായിരുന്നു. അനുഭവിച്ചിട്ടുള്ളതൊക്കെ അറിയാം കറക്റ്റായിട്ട്. കാരണം അവര് ഒരു പ്രതിസന്ധിയില് വന്നത് 12-ലേക്ക് ശനി വന്നു. അപ്പൊ 7-ര ശനി തുടക്കം. അതുപോലെ തന്നെ മേടൻ രാശിയിൽ 3-ാം രാശിയിൽ മേടം, ഇടവം, മിഥുനം. അപ്പൊ മിഥുനത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പൊ 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ അവസ്ഥ എന്താണ്? 7-ര ശനി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇപ്പൊ മാറ്റം ഉണ്ടായി. അപ്പൊ ഇപ്പൊ വരുന്നത് കർക്കിടകം. വ്യാഴത്തെ നോക്കുവാണെങ്കിൽ വ്യാഴം 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആ 4-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം ഇവരെ നോക്കുന്നു. ഇവരുടെ കണ്ടക ശനി, ഇവരുടെ ഈ ശനി 12-ൽ നിൽക്കുന്ന ശനി, കണ്ടകനല്ല 12-ൽ തുടക്കമാണ്. അപ്പൊ ആ ഭാവത്തിലേക്ക് ഇതിന്റെ 9-ാം ദൃഷ്ടി വന്ന് പതിയുന്നുണ്ട്. നിസ്സാരക്കാരനല്ല ആ വ്യാഴം. കാരണം വ്യാഴം ഉച്ചക്ഷേത്രമാണ്. വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലാണ് പൂർണ്ണ ബലവാനായിട്ടാണ് എല്ലാം തരാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് വ്യാഴം. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. അപ്പൊ ആ വ്യാഴം തീർച്ചയായിട്ടും ഇവർക്ക് വാഹനം, അതുപോലെ തന്നെ വീട്, അങ്ങനെ അതുപോലെ മാതൃജനങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും കലഹോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള വിഷമം അതൊക്കെ നമ്മളെ ചിലപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടാകണം. അപ്പൊ ആ വിഷയങ്ങളൊക്കെ പതുക്കെ അതെല്ലാം ഒരു സൂര്യാസ്തമയം പോലെ ഈ കുറെ കഷ്ടകാലങ്ങളുടെ ഒരു അസ്തമനാണ്. പതുക്കെ മനുഷ്യാവും. അതേപോലെ ജോലിയിൽ ഇപ്പൊ വിദേശത്ത് പോകാനാണെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണെങ്കിലും ഇപ്പൊ വരും വിസ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അതിലൊന്നും ഒരു കാര്യമില്ലാതിരിക്കുക, താമസിച്ചു പോവുക, ബ്ലോക്ക് വരിക, കർമ്മമേഖലയിൽ ബ്ലോക്ക് വരിക. ഇവിടെ ആണെങ്കിലും കർമ്മമേഖലയിൽ ബ്ലോക്ക് വരിക. അത് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും കർമ്മം, ഏത് കർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും കർമ്മം എന്ന് പറയുന്നതാണ് നമ്മുടെ പിന്നെ ഏത് ലെവലിലുള്ളതും എടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്ന ആളായാലും എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അല്ല നമ്മൾ പുറത്ത് ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ അവിടെ, ഇല്ല വിദേശത്താണെങ്കിൽ അവിടെ, എവിടെ ആയാലും ആ ഭാവത്ത് നിൽക്കുന്നു കഴിഞ്ഞാല് സ്റ്റക്കാവും. അപ്പൊ ആ ഒരു രീതിയെല്ലാം മാറി അവർക്ക് ഒരു പുത്തൻ ഉണർവും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. കുറെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു സ്ട്രഗിളിന് ഒരു അവസാനം കിട്ടുന്ന ആശ്വാസം ഈ പുതുവർഷം അവർക്ക് വളരെയധികം. ഓണമൊക്കെ കഴിയുമ്പോൾ, ഓണമൊക്കെ ആവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ അവർക്ക് പ്രത്യാശ അവർക്ക് തോന്നുന്നുണ്ടാവും, അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു ചെറിയ സമാധാനമൊക്കെ വന്നു തുടങ്ങിയിട്ട് ഇതൊക്കെ കൊള്ളാലോ എന്ന് തോന്നി തുടങ്ങുന്നവര് പിന്നെ അങ്ങോട്ട് പതുക്കെ ഈ ഇതിന്റെ എല്ലാ ഈ കാർമേഘങ്ങളൊക്കെ പതുക്കെ പെയ്തൊഴിയും. ഏതൊക്കെ നാളായിരുന്നു പറഞ്ഞത്? അശ്വതി, ഭരണി, കാർത്തിക, കാലം. അതാണ് മേടൻ രാശി. കാൽഭാഗം മാത്രമേ മേടൻ രാശിയിൽ വരുന്നുള്ളൂ. ഈ മേടൻ രാശി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. മേടൻ രാശി കുജനാണ് അതിന്റെ നാഥൻ. അപ്പൊ കുറച്ച് എടുത്തിയാട്ടമൊക്കെ ഉള്ള
കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തിരിച്ചൊരു ചോദിക്കുന്ന അതെ. അങ്ങനെ ഉള്ളു വളരെ അതെ, ഒരു ശുദ്ധമായി മറുചോദ്യം ചോദിക്കുന്ന അതാണ് ആളുകളാണ്. ഉള്ളു അതെ. വളരെ ശുദ്ധമായിരിക്കും. ഉം. അതുകൊണ്ട് തന്നെ എന്താ വേലി അത് എവിടെയെങ്കിലും കൂടി പോകുന്ന കാര്യങ്ങളൊക്കെ ഇവര് ചെന്ന് ചിലപ്പോ ഉം. എല്ലാ വള്ളിയും പിടിക്കുന്നു എല്ലാ വള്ളിയും പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് അതെ. ഇങ്ങനെ വള്ളി പിടുത്തം സ്ഥിരമായിട്ട് തൊഴിലായിട്ട് നടക്കുമ്പോ അതെ. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാവുമ്പോ നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. സൂക്ഷിക്കണം. തീർച്ചയായിട്ടും അനുഭവങ്ങൾ ബാക്കോട്ട് ചിന്തിച്ചാൽ അവർക്കറിയാം എത്രത്തോളം നമ്മൾ ഭയാനകമായിരുന്നു കടന്നു പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ. അപ്പൊ അതെല്ലാം മാറി ഇപ്പൊ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠിച്ചിട്ട് ചിലപ്പോൾ എല്ലാം നന്നായി എഴുതിയിട്ടുണ്ടാകും, പരീക്ഷ എഴുതാൻ പറ്റാതെ നീറ്റിന്റെ ഒക്കെ കുറെ കാലം എത്ര ട്രൈ ചെയ്തിട്ട് പിന്നെ കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റാതെ വന്നു പോയില്ലേ. അപ്പൊ അവരൊക്കെ ഈ ഇതിൽ പെടുന്നവരാകാം. മനസ്സിലായോ? അപ്പൊ ചിലര് പഠിക്കാതിരുന്നിട്ടാണെങ്കിൽ പിന്നെ ഓക്കെ, ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ചെയ്യുമ്പോൾ വളരെ സങ്കടമാണ്. അപ്പൊ അങ്ങനെ വരാം. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് തലയിൽ കയറാതെ വരാം, മര്യാദക്ക് എക്സാം എഴുതാൻ പോരാ. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും 4ലേക്കാണ്. 4 എന്ന് പറഞ്ഞാൽ ഹയർ സ്റ്റഡി. അപ്പൊ നമുക്കൊരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്ഥാനം എത്താനും സാധിക്കും. നമുക്ക് ഉറപ്പായിട്ടും സാധിക്കും. അപ്പൊ പ്രത്യാശയ്ക്ക് നല്ല വകയുണ്ട്. സമാധാനവും സന്തോഷവും ഐശ്വര്യത്തോടെ തിരുവോണവും ഒക്കെ ആഘോഷിക്കാം. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇവരുടെ സാമ്പത്തിക മേഖലയിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വരാം. അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ മാതൃ വഴിക്കൊക്കെയുള്ള ധനം അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ അമ്മ വഴി, ഇപ്പൊ ഫോണൊക്കെ അല്ലേ, അമ്മമാരെന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ, സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാകുമല്ലോ എന്തെങ്കിലുമൊക്കെ, അതൊക്കെ കിട്ടാൻ, നമുക്ക് തന്നെ കിട്ടാൻ. ഇപ്പൊ വേറെയും മക്കളുണ്ടെങ്കിൽ അവർ വേറെ രാശിക്കാരാണെങ്കിൽ നമുക്കത് കിട്ടും. ഇവനാണല്ലോ കുറെ കാലമായിട്ട് സങ്കടവും പറഞ്ഞ് നടന്നാണ്, ജോലിയൊന്നും ഇല്ലാതെയൊക്കെ ഇഷ്ടപ്പെട്ടതാണ്, കുറച്ച് അവന് കൊടുക്കാന്നൊരു തോന്നല് വരും. അതെ. അപ്പം അപ്രതീക്ഷിത ധനമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത ധനം ഉണ്ടാകാം. അതുപോലെ കർമ്മ മേഖലയിൽ കർമ്മപുഷ്ടി ഉണ്ടാകാം. ബന്ധുക്കൾ തമ്മിൽ അതുപോലെ അങ്ങ് സുഹൃത്തുക്കൾ തമ്മിൽ കലഹങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് മിണ്ടാതെയൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ സമാഗമം ഉണ്ടാകാം. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ആരെങ്കിലും നമുക്ക് പണ്ട് കടം കൊടുത്താണ് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നത് ചിലപ്പോൾ തരാം, ഓണമൊക്കെ അല്ലേ കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് അവർക്കും ചിലപ്പോൾ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് നമുക്കത് കൊണ്ടുവന്ന് വരാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല സൈഡാണ് വരാൻ പോകുന്നത്. ഇരുണ്ട ഭാഗത്തുനിന്ന് മാറി പതുക്കെ ഉരുണ്ട് പ്രകാശത്തിലേക്ക് വരുന്നൊരു ഭാഗം എന്ന് നമുക്ക് ഇവർക്ക് ആശ്വാസവും തെളിമയും ഒക്കെ ഉള്ളതാണ് ഈ മേടൻ രാശിക്കാർ. അശ്വതി, ഭരണി, കാർത്തിക. അതാണ്. ഇനി അടുത്തത് കേൾക്കുമ്പം തന്നെ ഒരു സന്തോഷം. അതെ, കുറച്ചധികം ആളുകൾ. കാരണം എന്താന്ന് വെച്ചാല് ഇത് ഈ നാളുകാർക്ക് കുറെ കാലങ്ങളായിട്ട് അവര് ഒരുവിധം നന്നായി പോകുന്നതായിരുന്നു. അവര് 11-ലൊക്കെ ശനി നിന്നൊരു സമയത്ത്, അതുപോലെ 2-ല് വ്യാഴമൊക്കെ നന്നായി പോകുന്നിട്ട് പെട്ടെന്ന് 7-ര ശനിയൊക്കെ അങ്ങോട്ട് തുടങ്ങി. അതുപോലെ തന്നെ വ്യാഴം 3-ലേക്ക് പോയി. അപ്പൊ 3 എന്ന് പറഞ്ഞാൽ 3-ല് വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലും കമ്മ്യൂണിക്കേഷനൊക്കെ നല്ലതാണ്, ഷാർപ്പാവും എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ആദിയായിരിക്കും. ഇതാണ് 3-ലെ വ്യാഴം മുറവിളി കൂട്ടുക എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ എന്ത് ചെയ്യും ഇതൊന്നും ശരിയായില്ല, അങ്ങനെ ആദി കയറും. നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ വരും, ആങ്സൈറ്റി ഒക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിലെല്ലാം പെട്ടിങ്ങനെ ഈ ചരട് പോയ പട്ടം പോലെയൊക്കെ നിൽക്കും ചിലപ്പോ. അപ്പൊ അവർക്കൊക്കെ ചരടൊക്കെ റെഡിയായി വന്ന് ദിശാബോധമൊക്കെ വരും, എങ്ങോട്ട് തിരിയണം, ഏതാണ് എൻ്റെ ഇനി അടുത്ത മേഖല ഏതാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ഷാർപ്പായിട്ട് വരികയും അതിലൂടെ നമുക്ക് പ്രയാണം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വീഴുകയും ചെയ്യും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യാഴം ഉച്ചസ്ഥനായിട്ട് കർക്കിടകത്തിൽ നിന്നിട്ട് ഒക്ടോബർ 30 കഴിയുമ്പോഴത്തേക്ക് ഒരു 3 മാസത്തെ കാലത്തേക്ക് അതിചാരിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ കർക്കിടകത്തിൽ നിന്ന് അത് ചിങ്ങത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് 5-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 5 എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും, മനസമാധാനം ഉണ്ടാവും, പൂർവ്വപുണ്യം, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസം അപ്പോഴും ഉണ്ട്. അപ്പൊ ഉടനീളം, അതായത് ഈ ഒരു വർഷം മുഴുവൻ ഉടനീളം, അതായത് ഫസ്റ്റ് ഹാഫ്, ചിലർക്ക് ഫസ്റ്റ് ഹാഫ് ആയിരിക്കും ചില രാശിക്കാർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീടുള്ള അതിചാരിയായിട്ട് 3-ലേക്ക് പോരുന്ന ചിങ്ങത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചിലർക്കത് മോശമാകും. പക്ഷെ മേടൻ രാശിക്കാർക്ക് അതും ബോണസാണ്. എന്നിട്ട് വീണ്ടും തിരിച്ച് കർക്കിടകത്തിലേക്ക് പിന്നെ വരുന്നുണ്ട്. ജനുവരി 26, ജനുവരി ഒരു പകുതി കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ച് കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോഴും അവർക്ക് പ്രശ്നമില്ല, 4 നിന്നോട്ടെ. അപ്പൊ സ്വത്തുകൾ അമ്മ വഴിയും ഒക്കെയുള്ള ആശ്വാസങ്ങളും, ധനപരമായ വാഹനങ്ങൾ വാങ്ങാം, വീട് റിപ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു വീട് വാങ്ങാം, പഴയ വീടിന്റെ എന്തെങ്കിലുമൊക്കെ പണി തൊട്ടതേ അബദ്ധം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടാകാം ചിലപ്പം. പിന്നീട് അങ്ങോട്ട്
പൊളിക്കൽ മാത്രമായിട്ട് ഇത് തീരുന്നില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ പണിയൊക്കെ പൂർത്തിയാകാം. അതുപോലെ ഒരു വാഹനം നമ്മൾ വാങ്ങിച്ച് അത് പണി കിട്ടിപ്പോണ ആൾക്കാരുണ്ടാകും ഈ സമയത്ത്. അവർക്കൊക്കെ എല്ലാം നേരെയാവും ഉറപ്പായിട്ടും. അപ്പൊ ഇത് സന്തോഷത്തിന്റെ കാലാണ്. ജ്യോതിഷ സംബന്ധിയായ കൂടുതൽ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ.